നമുക്കൊപ്പം മുൻ സ്പെഷ്യൽ ഫോഴ്സ് എഞ്ചിനീയർ മേജർ വിജയ് ഭാർഗവുണ്ട്. മേജർ വിജയ് ഭാർഗവ്, ഇത് നേരിട്ട് ഈ ആർമികൾ തമ്മിൽ ഏറ്റുമുട്ടിയ, സേനകൾ തമ്മിൽ നേരിട്ട് ഫീൽഡിൽ ഏറ്റുമുട്ടിയ യുദ്ധമല്ല, പകരം ഇതൊരു ഡ്രോൺ വാർ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും ഷെല്ലാക്രമണങ്ങളെ ഇന്ത്യൻ സേന ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ശക്തമായ ആ രീതിയിലുള്ള ഏറ്റുമുട്ടൽ, ഫയറിംഗ് നമ്മുടെ ബോർഡറിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ ഒരു പരിധിവരെ മിസൈൽ ആക്രമണവും നടത്തി അതിനെ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടുത്തിട്ടതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1971 ശേഷം രണ്ടു കാര്യങ്ങളിൽ ഈ ഡ്രോൺ വാർഫെയർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മിനി യുദ്ധമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനെ ഒരു സമ്പൂർണ്ണ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഏകദേശം അവന്തിപുര മുതൽ ഇങ്ങ് ഗുജറാത്തിലെ ഭുജ് വരെയുള്ള സെക്ടറുകളിൽ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും അതിജീവിച്ചാണ് നമ്മൾ ഈ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വെടിനിർത്തലിനെ കാണുന്നത്? കഴിഞ്ഞ 88 മണിക്കൂർ നീണ്ടുനിന്ന ഈ മിലിറ്ററി ഓപ്പറേഷൻസിനെ മേജർ വിജയ് ഭാർഗവ് എങ്ങനെയാണ് കാണുന്നത് സാങ്കേതികമായ പെർസ്പെക്റ്റീവ്? താങ്ക് യു ഡോക്ടർ അരുൺ. നമസ്കാരം. തീർച്ചയായും അതൊരു വളരെ വെൽക്കമിംഗ് ആയ ഒരു ഡിസിഷൻ തന്നെയാണ്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മിലിറ്ററി കമ്പാട്രിയറ്റ്സ് നമ്മൾ ആക്ച്വലി ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബാലാകോട്ടിൻ്റെ ആ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത്. 2019 ആ സമയത്ത് ഞാൻ രജോറിയിലായിരുന്നു. ആൻഡ് ഇതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളും എക്സ്കലേഷൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആൻഡ് നല്ല എക്സ്കലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൊബിലൈസേഷൻ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു ഡീഎസ്കലേഷൻ വന്നു. ആൻഡ് യെസ്, ഒരു സോൾജറിന് അറിയാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരു വാറെന്ന്. ഒരു 1999 കഴിഞ്ഞിട്ട് നമുക്കൊരു വാർ ഉണ്ടായിട്ടില്ല, ഒക്കെ സ്കെർമിഷസേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഇതും ഒരു ലോക്കലൈസ് സ്കെർമിഷ് നമുക്ക് പറയാം. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ബട്ട് യെസ്, ഇതൊരു നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ബട്ട് ദെൻ യെസ്, നമ്മളാണ് ഇത് ആക്ച്വലി ഡിക്റ്റേറ്റ് ചെയ്തത്. ആൻഡ് നമുക്കറിയാം കമ്പയർഡ് ടു പാകിസ്ഥാൻ ഇന്ത്യ ഒരു ഗൊലായത്താണ് അല്ലേ? ആൻഡ് പാകിസ്ഥാന് നമ്മളടുത്ത് ഒരു സസ്റ്റെയിൻഡ് വാർ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്ന അവരുടെ ഒരു കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻ ആണെങ്കിലും മിലിറ്ററി സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് അവരുടെ ഒരു വെസ്റ്റേൺ ഫ്രണ്ടിലാണെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വരുന്നുണ്ട്. ഒരു 2 ഫ്രണ്ട് വാർ അവർക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ബട്ട് ദെൻ അവർക്ക് ഒരു വേൾഡ് സിനാരിയോ, ഒരു വേൾഡിലെ ബാക്കിയുള്ള കൺട്രീസിന് മുന്നിൽ അവർക്ക് എന്തെങ്കിലും കാണിക്കണമായിരുന്നു. ബിക്കോസ് വി അറ്റാക്ക് അവരുടെ പിൻ പോയിൻറ്റ്സ്, ടെററിസ്റ്റ് ക്യാമ്പ്സിന് നമ്മൾ പിൻ പോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അസെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ അഗൈൻ നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ്, ആകാശ്, S-400, അതൊക്കെ മിസൈൽസിന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ ദെർ ഇൻ ഹാവ് മച്ച് ചോയ്സ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം നമ്മൾ ഇനിയും കൂടുതൽ ഇന്ത്യയുടെ നിന്ന് അറ്റാക്ക് വരാൻ പോകുന്നുള്ളൂ. സോ ദേ ഹാഡ് ടു ഡൂ ദിസ്. പിന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ തന്നെ യെസ്, പ്രൊപ്പഗാൻഡ വാർഫെയർ അവരതിനകത്ത് ഭയങ്കര നല്ല എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം May 7 മുന്നേ അവരെ എക്സ് വരെ അവരുടെ പാകിസ്ഥാനിൽ ബാൻഡായിരുന്നു. അതിനുശേഷം അവർ എക്സ് ഓപ്പൺ ചെയ്തു ആൻഡ് ദ പ്രൊപ്പഗാൻഡ ഫ്ലറിഷ്ഡ് അല്ലേ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് രാവിലെ ഞാൻ കണ്ടു നമ്മുടെ ഒരു പൈലറ്റിനെ, നമ്മുടെ എയർഫോഴ്സിൻ്റെ വിങ് കമാൻഡർ ശിവാനി ശർമ്മ, ഇഫ് ഐ എം നോട്ട് റോങ്, അവരെ പാകിസ്ഥാൻ ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഒരു എയർക്രാഫ്റ്റ് നമ്മുടെ റഫാലൊന്നും നമ്മുടെ എയർ സ്പേസ് വിട്ട് പോയിട്ടില്ല. പിന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് സർഫസ് ടു എയർ മിസൈൽസ് ആയിരുന്നു. ഐദർ ഷഹീൻ 2 ഓർ അബ്ദാലി 1, അതായിരുന്നു അവർ ഫയർ ചെയ്തത്. പിന്നെ ഡ്രോൺ ആയിരുന്നു ഫുള്ള്. അല്ലാണ്ട് വേറെ ഒരു എക്യുപ്മെന്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തു. മാത്രമല്ല, തുടക്കത്തിൽ അവർ പറഞ്ഞത് 5 റഫേലുകൾ അവർ വെടിവെച്ചിട്ടു എന്നാണ്. പക്ഷേ പിന്നീട് വളരെ കൃത്യമായി നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞു, പാകിസ്ഥാൻ്റെ ഒരു എയർ സ്പേസും നമ്മൾ വയലേറ്റ് ചെയ്തിട്ടേ ഇല്ല. എല്ലാം ഇന്ത്യൻ മണ്ണിൽ നിന്ന്. മാത്രവുമല്ല 200, 300, 400 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന മിസൈലുകളാണ് ഇന്ത്യയിലുള്ളത്. സർഫസ് ടു എയർ മിസൈൽ ആണെങ്കിലും ശരി, എയർ ടു എയർ മിസൈൽ ആണെങ്കിലും ശരി, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ എയർ സ്പേസ് നമുക്ക് ലംഘിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ഈ എയർ സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനിൽ ലാഹോറിൻ്റെ എയർഫീൽഡ് തന്നെ ക്രഷ് ചെയ്തത്. പിന്നീടാണ് അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ
ക്ലെയിമുകൾ ഉന്നയിക്കുന്നത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രൊപ്പഗാൻഡ വാറിൽ ഏർപ്പെടുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു അൾട്ടിമേറ്റം വരുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് മാറും എന്ന ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രവുമല്ല, തുടർച്ചയായിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം, പ്രത്യേകിച്ച് റാവൽപിണ്ടിയിലെ അവരുടെ ഒരു എയർബേസ് തകർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ചക്ലിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട എയർബേസും തകർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേപോലെ പാകിസ്ഥാന് ഹെവി ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞതും അത് തന്നെയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് വലിയ നഷ്ടം സംഭവിക്കുന്നുവെന്ന് പാകിസ്ഥാന് മനസ്സിലാവുന്നു. പാകിസ്ഥാൻ്റെ എയർ സ്പേസ് നമ്മൾ വയലേറ്റ് ചെയ്യാതെ തന്നെ ഇത്രയും സാധ്യമാകുന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കനത്ത തിരിച്ചടി, ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്നാൽ അതെന്തായിരിക്കും എന്നുള്ളത് പാകിസ്ഥാന് ഒരു ഭയം ഉണ്ടായിരിക്കില്ലേ? അതായത് ഇതിൽ ഈ കോൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ DGMO ആണ്. അതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്, മേജർ വിജയ് ഭാർഗവ്? അതെ, ഇതിന്ന് ഒന്നേ ഉള്ളൂ, പാകിസ്ഥാനിന് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ച് നഷ്ടങ്ങൾ വരും ഡെഫിനറ്റ്ലി. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം തന്നെ തകർന്നു പോകും. ഇപ്പോൾ നമ്മൾ വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് എയർഫോഴ്സ് അല്ലേ, നേവി പിക്ചറിലേ വന്നിട്ടില്ല. നേവി വന്ന INS വിക്രാന്ത്, INS വിക്രമാദിത്യ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നേവൽ ആർക്കിടെക്ചർ വളരെ മോശമാണ്. അവർക്ക് കുറച്ച് സബ്മറീൻസ് അല്ലാണ്ട് വേറെ നമ്മുടെ പോലെ ഒരു എയർക്രാഫ്റ്റ് കാരിയറോ ഒന്നും അവരെടുത്തില്ല. അപ്പോൾ ടെക്നിക്കലി they will not be able to sustain a full-fledged war. അതുകൊണ്ടാണ് അവർ ഈ പ്രൊപ്പഗാൻഡയ്ക്ക് 70% ഇന്ത്യയുടെ പവർ